കാറെടുത്തോ? എനിക്ക് കാറെടുത്തോ? എനിക്ക് കാണാൻ കാര്യം നേരെ പറയുന്ന പോലെ കേൾക്കണം. ഞാനാണ് തന്റെ കുടിയെടുപ്പ് തന്നെ. നീ പറ. നമുക്ക് കാളകളെ മതി. എന്താണ് നോക്കിയിരിക്കുന്നത്? അതിലിച്ചിരി പൊളിക്കും. കാളകളെ ഞങ്ങൾക്ക് വേണം. ഓടാ അവിടുന്ന്. ഓടാ. എങ്ങനെയെങ്കിലും മുടിച്ച് കഴിവേറെ. നമുക്കൊന്നും വേണമെന്നില്ല. ഒന്നും വേണമെന്നില്ലെന്ന്. വേണമെങ്കിൽ വണ്ടിയും കാലം അയാൾ എടുത്തോട്ടെ. വേണേ കൊടുത്തേക്ക്. മാർഗമാ, നീ ഇന്ന് തന്നെ പോയി 2 പല്ല് പ്രായമുള്ളവരെ ഒരു കാളന്മാരെ വാങ്ങിച്ചോളൂ. അതിനല്ലേ കാള ചവിട്ടുന്നത്? എന്താ പറയാ, കാള പമ്മി കൊണ്ടുപോയിക്കോ. എനിക്കൊരു പുണ്യാളന്റെ ഈ ലോകം എനിക്കൊരു പള്ളി. അയ്യോ ഇത് തോർത്ത്. പങ്കിട്ടപ്പോ അതും കൊണ്ടുവന്നു. കുന്നമൂട്ടിലെ മഹേശൻ മുഖത്തിൽ കെട്ടുമെന്ന് പറഞ്ഞത് മുഖത്തിൽ കെട്ടുമണി. എന്താണ് അങ്ങനെ ചിടുങ്ങുന്നവൻ? കാലയും വണ്ടിയും പങ്കുവെച്ച് എന്നെങ്കിലും പങ്കുവെക്കും. വില തുച്ഛം ഗുണം മെച്ചം. വെയിലത്ത് വാടില്ല, വെള്ളത്തിനറിയില്ല, ഇരുളിൽ മായില്ല. വരുവിൻ വരുവിൻ വരുവിൻ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപാട് ഉപയോഗിക്കാം. ഞങ്ങൾ വഞ്ചിയാകരുത്, അല്ല വഞ്ചിതരാകരുത്. അത് വെറും പരന്തുണിയാണ്. ഞങ്ങളുടെ തുണി മായം ചേരാത്ത തുണിയാണ്. ഇന്നലെ മില്ലിനുള്ള തുണിയാണ്. ഇവിടുത്തെ തുണി ഉടുത്താലും ഉടുത്തില്ലെങ്കിലും ഒരുപോലെ ഇരിക്കും. ആ തുണിയാണ് ഞങ്ങളുടെ തുണി. ഒന്നാന്തരം തുണിയാണ്. ഇന്നലെ മില്ലിൽ നിന്ന് വന്നതാണ്. നമ്പർ 1 തുണിയാണ്. ആർക്കും വായിക്കാം. മാറിപ്പോയാൽ കീറിക്കൊടുക്കും. അല്ലല്ല, കീറിപ്പോയാൽ മാറിക്കൊടുക്കും. നീ പോയാ കുതിരയുടെ തന്തയാണ്. നോക്കണം നോക്കണം. ഏതുവിധ ശരീരമുള്ളവർക്ക് ഈ ഒറ്റ ബസ് ഉപയോഗിച്ചാൽ മതി. ആദായത്തിനടിയാ. ഒരു ഷർട്ട് വേണമായിരുന്നു. ഷർട്ട് വേണോ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഞങ്ങളോ വേഗം ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് പോടാ. 2 പഴംപൊരിയും കൂടെ. 2 പഴംപൊരി, 3 പഴംപൊരി വാങ്ങിച്ചോ. എന്തോ കഴിക്കുന്നത്? പാലാണോ അതോ കരിക്കുമ്പോഴാണോ? കരിക്കുമ്പോഴാണ് ആയിക്കോട്ടെ. പിന്നെ ഒരു 500 മില്ലി പട്ടയും കൂടി വാങ്ങിച്ചു ചേർത്തോ. ആശാനെ ഇവിടെ നോക്ക്. ആശാനെ ഒരു പുഴു സാധനം വെച്ചു. കൊണ്ടുപോവാ. പഴംപൊരി കൊണ്ടുപോവാ. കഴിക്കാശാനെ കഴിക്കും. 3 കഴിച്ചോ. അവിടെ ഗ്ലാസ് അത്ത ശരീരത്തിന് അത്ര നല്ലതല്ല. ഓർമ്മ വെച്ചോ. നല്ല കാര്യം. നല്ല പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവൂലേ? 24 മണിക്കൂറും ഇവിടെ കാണും. ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ നാളെ വരാം. എന്നാ അളവെടുത്തിട്ട് പോകാം. വേണ്ട, നാളെ തുണി എടുക്കാം. മറ്റന്നാൾ അളവെടുക്കാം. അതിന്റെ വ്യത്യാസം തുണി എടുക്കാം. അപ്പൊ ഞാൻ വരട്ടെ. നമ്മൾ നല്ല 1ാം ക്ലാസ് കുത്തരിയ. രൂപ 2,000 തരാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കൃത്രിമം കാണിക്കണം. അതെനിക്കറിയത്തില്ല. ഇവിടെ കുത്തരിക്ക് 2 രൂപ 10 പൈസയല്ലോ. ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് എത്ര രൂപ അരി വേണം? നമ്മൾ തമ്മിൽ എത്ര കാലമായിട്ട് കാണുന്നവരാ. നമ്മൾ തമ്മിൽ ലാഭവും നഷ്ടവും നോക്കാറുണ്ടോ? 2 രൂപ 10 പൈസ മതി. എനിക്കൊരു 1.5 കിലോ അരി വേണം. കാശ് 2 ദിവസം കഴിഞ്ഞു തരാം. അയ്യോ അത് പോരാ. ഇവിടെ കടകർപ്പാടില്ല.
ഇന്ന് രൊക്കം നാളെ കടം. മനുഷ്യനെ കുടക്കില് വാങ്ങലൊക്കെ പതിവുള്ളതാ. എപ്പോഴും കാശളയിട്ട് വെച്ചോണ്ട് നടക്കാൻ പറ്റിയല്ല. രൊക്കം കാശില്ലെങ്കിലും മനുഷ്യന് ജീവിക്കണ്ടേ. ഞാൻ തരാൻ തള്ളേ, ഇങ്ങോട്ട് വാ. കാശ് നാളെ തന്നാ മതി, വാ. കാശേ സൗകര്യമുള്ളപ്പോ തന്നാ മതി. അരി കൊണ്ടുപോയി കൊച്ചിനെ കഞ്ഞി വെച്ചുകൂടെ. ആളടുത്തറിയണം, പൊന്നൊരച്ചറിയണം. കൊച്ചുക്കൽ പഠിച്ചതേ പോയെങ്കിൽ പാടും. വണ്ടിയോടെ അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിഞ്ഞത്. തൊട്ടയിലെ ശീലം തൊടല വരെ. അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? അമ്മ പോയി വെള്ളം ഞാൻ എടുത്തോണ്ട് വരാം. ഈനാം വേച്ചിക്ക് മരപ്പെട്ട് കൂട്ട്. കാക്ക കുളിച്ചാ കൊക്കാവുകയല്ലടി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? തൊട്ടയോടെ വെച്ചിട്ട് പോ. ആഹാ, കൊത്തി കൊത്തി മുളച്ചിക്കല്ലേ കൊത്തുന്നോ? ഇതേ എന്റെ ആമ്പറന്നാൻ കാശ് കൊടുത്ത് കാണിച്ചതാ. കൈ നനയാതെ മീൻ പിടിക്കണ്ട. നമുക്ക് വേറെ തൊട്ടി വാങ്ങിക്കാം അമ്മേ. അമ്മ ഒന്ന് ഇങ്ങോട്ട് വരൂ. തവിക്ക് ചേർന്ന കടയാ. നിന്റെ തൊട്ടി കൊണ്ടുപോയി പെട്ടിയിൽ വെച്ച് കൂട്ടി വെക്കടി. നാണമില്ലാത്തണ്ട് അവിടെ ഒരാള് കിളത്താനേ അതും അവനൊരു തകല. നിന്റെ തൊള്ള കടക്കടി. നിന്റെ അണ്ണാക്കി ഞാൻ മണ്ണ് വാരി. അമ്മ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? അമ്മച്ചി അല്ലേ, അവർക്ക് നാവ് കേട്ടില്ലേ? ഒപ്പത്തിനൊപ്പം നിങ്ങളും പറഞ്ഞിട്ടല്ലേ? നളിനി വാമേ. അന്ത മാർഗവാസിയോടെ കൂട്ടുപിടിച്ചപ്പോഴേ ഞാൻ അധികാനോടെ പറഞ്ഞതാ. അടുക്കളയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. ഇനി ആരായിട്ടാ ഒരു തൊട്ടി വായിപ്പിക്കുന്നത്? മേരി, പരിമളം മേരി, മേരി, പരിമളം മേരി. ഓ, നിന്നെ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. ഇന്ന് എവിടെയായിരുന്നു മേരി കച്ചവടം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം വല്ലതും ഉണ്ട്. ഇന്നോർത്ത് കായലുമീൻ കിട്ടി, അതുകൊണ്ട് പോയതാ. താനും ഞാനല്ലേ തിരക്കണത്. ആ, എന്ത് ഭംഗി, എന്ത് ചന്തം, എന്ത് സൗന്ദര്യം, എന്തൊരഴക്. ഓ, നീ ഇങ്ങനെ കഴിയേണ്ടവളല്ലടി മേരി. കാറും ബംഗ്ലാവും വേലക്കാരും ഒക്കെ ആയിട്ട് ഒരു മഹാറാണിയെ പോലെ കഴിയേണ്ട കപ്പാസിറ്റി നിന്റെ കയ്യിലും. ഒന്ന് പോകപ്പെട്ടാ. ഞാനൊരു വലിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ് മേരി. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് നടപ്പിലാക്കാം. എന്ത് പരിപാടിയാണ്? ഒരു ഡാൻസ് പരിപാടി. നമുക്ക് ഈ നാട് വിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഡാൻസും പാട്ടും കൂത്തുമായിട്ട് രസിച്ച് ജീവിക്കാം. നീ ഡാൻസ് ചെയ്യും, ഞാൻ പാട്ട് പാടും. അല്ലെങ്കിൽ ഞാൻ പാട്ട് പാടും, നീ ഡാൻസ് ചെയ്യും. ഇതാണോ ഇത്ര വലിയ പരിപാടി? ആ വെള്ളം വാങ്ങി വെച്ചേക്ക്. എനിക്ക് എന്റെ കുലത്തൊഴിലുണ്ട്. മേരി, മേരി, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്ക് മഹാറാണിയെ പോലെ ജീവിക്കാം. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? വേറെ ആരെങ്കിലും നോക്കാം. ഇവിടെ കൊണ്ടുപോയാൽ ഇവിടെ എന്നെയും വിറ്റ് ജീവിക്കും. നളിനി കുളിക്കുന്നില്ലേ?